അങ്ങനെ മണ്ണാർക്കാട്ടുകാർക്കും കിട്ടിയ ഒരു മന്ത്രിയെ 57 കൊല്ലത്തിന് ശേഷമാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുന്നത്. തുടർച്ചയായി 4 തവണ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഫ്ലൈം വിദ്യാഭ്യാസ പ്രൊജക്ടിനെ കുറിച്ചാണ്. മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങും ലോകോത്തര കരിയർ ഗൈഡൻസും എൻട്രൻസ് എക്സാം പരിശീലനങ്ങളുമെല്ലാം തികച്ചും സൗജന്യമായി നൽകുന്ന അദ്ദേഹം തുടങ്ങി വെച്ച ഒരു അടിപൊളി പദ്ധതി. എന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്കിതുപോലൊരു പരിപാടി നടത്തി ഒരു 50 പേരെ എൻട്രൻസ് എക്സാമിനേഷനിൽ കയറ്റി വിടാൻ കഴിഞ്ഞില്ല എന്നുള്ള അസൂയ എനിക്ക് നിങ്ങളുടെ MLA-യോടുണ്ട്. മണ്ണാർക്കാടിന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ നമ്മൾ തേടിപ്പിടിച്ചു കൊടുക്കണം. അവർക്ക് വഴി കാണിച്ചു കൊടുത്താൽ ഈ കുട്ടികൾ വിപ്ലവങ്ങൾ തീർക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സന്ദേഹവുമില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്കൂൾ ലീഡറായിട്ട് തുടങ്ങി 4 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, സെനറ്റ് അംഗമായി, MSF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ബിരുദവും ബിരുദാനന്തര ബിരുദ പഠനവും കഴിഞ്ഞ് പിന്നീട് നിയമപഠനത്തിൽ ഒരു ബിരുദവും പൂർത്തിയാക്കിയതിനു ശേഷമാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ജനപ്രതിനിധിയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കലാലയത്തിലെ എല്ലാ ചൂരും അറിഞ്ഞ വ്യക്തിയാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA. സ്വന്തം മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതി സ്വപ്നം കാണുന്ന ഒരു നേതാവിനെയാണ് ഈ കേരള സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഏൽപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് അത് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളം കാണാൻ പോകുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായി മാറാൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA-ക്ക് കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമല്ല. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.